അന്നേരം ഞാൻ ഇപ്പൊ ഇനി ഗെയിമിനെ കുറിച്ച് എന്നോട് എനിക്ക് ABCD അറിയത്തില്ല. നമുക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത വിഷയങ്ങളിൽ അറിവുകേടും ഉണ്ടാവും. ഇപ്പൊ നിന്റെ ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ നിന്റെ വ്യക്തിത്വം ഹട്ടായിട്ടുണ്ടോ, അതിന് നീ എന്നെ വിളിക്കുമ്പോൾ പറയണം. അഖിലേ അല്ലെങ്കിൽ അഖിലേട്ടാ നിനക്ക് എന്താ എന്നെ വിളിക്കുന്നത്, നീ എന്നെ വിളിക്കുക. പക്ഷെ എടാ പോടാന്ന് വിളിച്ചിട്ട് മോശം സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാന്ന് വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം സംസാരിച്ചത് എന്താകിലേ, ഞാൻ ആദ്യം എന്താ വിളിച്ചത്? ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു, ഇതിനെന്ത് തെളിവാ ഉള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അതും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അത് ഞാൻ എടാ പോടാ സംസാരിച്ചത്. ഞാനത് ചൂടാവാനുള്ള കാരണം എന്നോട് ഇന്നലകളിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതെ അതെ, ഞാൻ സ്നേഹത്തോടു കൂടിയാണ് ഇത്രയും കാലം സംസാരിച്ചത്. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത്. തുപ്പി ഇത് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് നിനക്കെതിരെ ഇപ്പോഴൊന്നുമല്ല, മുമ്പ്. അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടാണ് നിന്നോട് സംസാരിച്ചത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒമാനിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത്. ഇന്റർനാഷണൽ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളാണ് ഞാൻ എടുക്കുന്നത്. കാരണം നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ നമ്പർ തന്നു, സ്പോട്ടിൽ നീ വിളിച്ചോളാൻ ഞാൻ നിന്റെ പേര് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവൂന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, അപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ട് പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിൻഡോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വിനു പറഞ്ഞു നീ ജിൻഡോയ്ക്ക് അപ്പൊ അങ്ങനെ പറയണ്ടേ അഖിലേട്ടാ. ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ PR-ലുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ പറയണായിരുന്നു, അത് തിരുത്തി പറയണായിരുന്നു. അല്ലാണ്ട് ഇത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ നീ വന്നിട്ട് ലൈവിൽ പറയുക ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ല ചെയ്തത്. എനിക്ക് ജിൻഡോയെ വ്യക്തിപരമായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നു, തൊപ്പി പൈസ വാങ്ങി എന്നുള്ളത്. ആണോ? ഞാൻ നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ബഹളമൊന്നും വെക്കാതെ തന്നെ ഞാൻ കേട്ടൊരു കാര്യം സത്യമല്ല എന്ന് എന്റെ അടുത്ത് നീ ജെനുവിനായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ജെനുവിനായിട്ട് പറയുന്നത് അഖിലേട്ടാ. ഞാൻ ഈ പറയുന്നത് അല്ലല്ല, ഇത് കേട്ടോ, ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ. ബിഗ് ബോസ് ₹1 എൻ്റെ ഉമ്മ സത്യം പടച്ചോനാണ്. ₹1 പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുമില്ല. ഓക്കെ, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല.